പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. പ്രത്യാശ നിർഭരമായ മനോഹരമായൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ പ്രഭാതത്തിലും ദൈവ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പ്രഭാത ചിന്ത കേട്ട് നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയിൽ ഞാൻ എടുത്തിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് ദൈവത്താൽ ഒരുക്കപ്പെടുന്ന സഫലമായൊരു വാതിലിനെ കുറിച്ചാണ്. നമുക്കറിയാം, വേദപുസ്തകം നാം വായിച്ച് പഠിച്ചാൽ ദൈവത്തെ സ്നേഹിച്ച് ഇറങ്ങിയവർക്ക് ദൈവം അതിൻ്റേതായ നന്മകളും അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഒരു കാരണവശാലും നമ്മെ തിന്മയിലേക്ക് തള്ളിയിട്ട് മാറി നിന്ന് ചിരിക്കുന്ന ഒരു ദൈവമല്ല. മറിച്ച് നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടതകളിലും ആശ്വാസം പകർന്നുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ചിന്തനീയമായ ചില ചിന്തകളുണ്ട്. അതിൽ നാം ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എഫെസോസിൽ എനിക്ക് സഫലവും വലിയതുമായൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എഫെസോസിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ നമുക്കറിയാം, ജാതീയ ആരാധനകളെ കൊണ്ട് നിറയപ്പെട്ട ഒരു വിളനിലമാണ്. എഫെസോസ് അറിയപ്പെടുന്നത് തന്നെ ഒരു വലിയ ദേവിയുടെ പേരിലാണ്. അങ്ങനെ വിഗ്രഹാരാധന കൊണ്ടും ദുർമന്ത്രവാദം കൊണ്ടും ആഭിചാരം കൊണ്ടും വ്യഭിചാരക്രിയ കൊണ്ടും കുപ്രസിദ്ധി നേടിയ ഈ നഗരത്തിലേക്ക് പൗലോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ ദീപശിഖയുമായി എത്തുകയാണ്. ഞാൻ പറയട്ടെ പ്രിയരെ, ഏത് കഠോര മനുഷ്യനെയും അവനെ നേടുവാൻ, അല്ലെങ്കിൽ അവനെ ആ കഠോരമായ ഹൃദയത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തിൽ നിന്ന് അവനെ ലോലഹൃദയനാക്കുവാൻ കഴിയുന്ന ഒന്ന് ഇവിടുത്തെ ദൈവവചനമാണ്. പൗലോസ് എഫെസോസിലെത്തുമ്പോൾ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ സകലത്തിനും കുപ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണം, വാണിജ്യപരമായിട്ടും ഉയർന്ന ശൃംഖലയിലെത്തപ്പെട്ട ഒരു പട്ടണം, ഒരു തുറമുഖ പട്ടണമാണ്. എന്നാൽ ഈ പട്ടണത്തിൽ ആണ് പൗലോസിന് സഫലമായൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്നെ ചിന്തിപ്പിച്ച ഘടകം, നമ്മളായിരുന്നുവെങ്കിൽ ദുർമന്ത്രവാദങ്ങളെ കൊണ്ടും ആഭിചാര ക്രിയകളെ കൊണ്ടും വ്യഭിചാര കർമ്മങ്ങളെ കൊണ്ടും പൂജകളെ കൊണ്ടും എന്നു വേണ്ട നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത നിലയിലുള്ള ലീലാ ക്രീഡകളെ കൊണ്ടുള്ള ഒരു വലിയ പട്ടണം, ആ പട്ടണത്തിൻ്റെ നടുവിൽ നമുക്ക് സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നമ്മുടെ കാതുകൾക്ക് അത് കേൾക്കുവാനും വിശ്വസിക്കുവാനും വളരെ പ്രയാസമാണ്. ബിക്കോസ് നമ്മളെല്ലാവരും ഓൾവേസ് നെഗറ്റീവ് ചിന്താഗതികളാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഉടനെ അത് നടക്കില്ല, അവിടെ അങ്ങനെ ഒരു വാതിൽ തുറക്കാൻ സാധ്യതയില്ല, അവിടെ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ പട്ടണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്താഗതികളാണ്. എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ പറയട്ടെ,
നമ്മുടെ മുൻപിലുള്ള ഓരോ നെഗറ്റീവ് ചിന്താഗതികളുടെ നടുവിലും ഒരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നത്? അതേ പ്രിയരെ, അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു. നീണ്ട 25 വർഷം അവൻ ആ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്നു. പക്ഷേ റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ സഫലമായ വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് നമ്മളോട് പരിശുദ്ധാത്മ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ണടച്ച് വിശ്വസിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മാറിപ്പോകട്ടെ. നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളെ എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാം. അതേ പ്രിയരെ, നിനക്ക് ഈ പ്രഭാതത്തിൽ ദൈവം സഫലമായൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് കൈയെത്തിപ്പിടിക്കുവാൻ, അതിനെ പ്രാപിപ്പാൻ ഈ പ്രഭാതത്തിൽ നമുക്കൊരുക്കത്തോടെ ദൈവപാദപീഠത്തിൽ വരാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഈ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ സഫലമായ ഒരു വാതിൽ ഞങ്ങൾക്കായി തുറന്നിരിക്കാൻ സ്തോത്രം. അത് ഞങ്ങൾ പ്രാപിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.